ബീഹാറിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുമെന്ന് വെല്ലുവിളിച്ച് അദ്ദേഹം ഒരു യാത്രയെല്ലാം നടത്തിയിരുന്നു. പക്ഷെ 2-3 ദിവസങ്ങളായി ആളെ കാണാനില്ല. രാഹുലിന്റെ കാര്യമല്ലേ പറയുന്നത്? അതെ. എങ്ങോട്ട് പോയി? അത് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊരു പിടിയും കിട്ടിയില്ല. കാരണം ഇൻ്റലിജൻസിൻ്റെ ദൃഷ്ടിക്ക് പോലും അപ്പുറം വളരെ രഹസ്യമായിട്ട്, അതീവ രഹസ്യമായിട്ടാണ് യാത്ര. ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ കൊടുത്തിരിക്കുന്ന പ്രത്യേക സംരക്ഷണ വിഭാഗം Z കാറ്റഗറിയിൽപ്പെട്ടത് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വകാര്യമായിട്ട് പോകുന്നു. ഫോണും എടുക്കില്ല. അതുകൊണ്ടാണ് ഈ പെഗാസസ് സംഭവം വന്നപ്പോൾ ഇസ്രായേലിൻ്റെ വളരെ ശക്തിയേറിയ ആ ഫോണുകളിലൂടെ തൻ്റെ രഹസ്യങ്ങൾ പോകുമെന്നൊരു ഭയം അദ്ദേഹത്തിനെ ബാധിച്ചു. സ്വകാര്യമായിട്ടുള്ളൊരു ഭയം. ആ സ്വകാര്യമായിട്ടുള്ള ഭയത്തെ വലിയൊരു പൊതു പ്രശ്നമായിട്ട് എടുത്തുകൊണ്ട് ഒരു പൊതു കാര്യമായിട്ട് പ്രതിപക്ഷ നേതാവിന് ഇത്ര രഹസ്യം എന്താണ്? പലതും മറയ്ക്കാനുണ്ട്. അസ്ഥികൂടങ്ങൾ പലതുള്ള ഒരു അലമാരയുള്ള ആൾ എപ്പോഴും ഭയക്കണം. മടിയിൽ കനമുള്ള ഒരാൾ എപ്പോഴും ഭയക്കണം. അതാണ് അതിൻ്റെ മനഃശാസ്ത്രം എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. നമ്മളിതിപ്പോൾ ആരോപിക്കുകയല്ല, നമ്മൾ പാവങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഹുൽ ഗാന്ധി അനുകരിക്കുകയാണോ, ഇനി അഥവാ രാഹുൽ ഗാന്ധിയെ ഒരു ഐക്കോണായി കണ്ടുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകരിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഉള്ളൂ. പക്ഷെ രാഹുൽ എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ കേരളത്തിനകത്ത് തന്നെ നടത്തിയത് ഇതുവരെ ഒരു പരാതിയും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളാണ്, അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ. ഈ ഫ്രണ്ട്ഷിപ്പിന് പല പുതിയ മാനങ്ങളും പല പുതിയ ലെവലുകളും, ബെസ്റ്റ് ഫ്രണ്ട്, സെക്കൻഡ് ഫ്രണ്ട്, തേർഡ് ഫ്രണ്ട് എന്ന റാങ്ക് ഉണ്ട് അതിന്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അതൊക്കെയാണ്. നമ്മളീ പഴയ തലമുറ, ഞാനിപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട ആളാണ്. വേണ്ട അതിനെക്കുറിച്ചുള്ള അഗാധമായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല. സ്നേഹത്തിന് ഒരർത്ഥമേ ഉള്ളെന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനൊന്നുമല്ല. സ്നേഹത്തിന് പല തലങ്ങളുണ്ട്, പല ലെവലുകളുണ്ട്. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്, പലപ്പോഴും ഇദ്ദേഹം സെക്യൂരിറ്റി വേണ്ട എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റിയെ തള്ളി മാറ്റിക്കൊണ്ട് സ്വകാര്യമായിട്ട് അതീവ രഹസ്യമായിട്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്. ലണ്ടനിൽ വെച്ച് അദ്ദേഹം സമാഗമം നടത്തുന്നത് കൊളംബിയയിലെ അവിടുത്തെ മയക്കുമരുന്ന് കാർട്ടലിൻ്റെ നേതാവായിട്ട് ഒരാളുടെ പുത്രിയുമായിട്ടാണെന്ന് പറയും. മറ്റൊന്ന് പഴയ അഫ്ഗാൻ രാജാവിൻ്റെ പ്രപൗത്രിയോ പൗത്രിയോ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിനെ. ഇതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നല്ല പറയുന്നത്. അവരുടെ അനുവാദത്തോടു കൂടിയാണെങ്കിൽ എന്ത് ചെയ്യാനുമുള്ള അവകാശങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊക്കെ ആ സ്വകാര്യത അനുവദിക്കുന്നുമുണ്ട്. ആ സ്വകാര്യതയിലേക്ക് മറ്റാരും കടന്നു പോകാറുമില്ല. പക്ഷേ ഇന്ത്യയുടെ സംസ്കാരം അതല്ല എന്നുള്ളത് വേറെ കാര്യം നിൽക്കുന്നു. അതുപോലെ കേൾക്കപ്പെട്ട ഒരു കാര്യം, പട്ടായയിലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്താറുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള യാത്രകളാണ് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം നിശബ്ദനാവാനും ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷനുമാകാനുള്ള കാരണങ്ങൾ. ഇത് പക്ഷേ പുറത്തറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, പാർട്ടിയിൽ പറയാറില്ല, ആരുടെയും പറയേണ്ട ഉത്തരവാദിത്വമില്ല. പവർ വിതൗട്ട് റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം മലേഷ്യയിൽ പോയിരിക്കുന്നു, വലിയ കാര്യമൊന്നുമല്ല. മലേഷ്യയിലെ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് കുറേ പെൺകുട്ടികൾ അദ്ദേഹത്തിന് ചുറ്റും തട്ടമിട്ടുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള പരിശുദ്ധമായ സ്നേഹമാണോ, പ്ലേറ്റോണിക് ലവ് ആണോ, മാംസനിബദ്ധമല്ലാത്ത രാഗമാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് ആരോപിക്കുന്നില്ല. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് ഇങ്ങനെ വിദേശയാത്രകൾ അതീവ രഹസ്യമായിട്ട് സെക്യൂരിറ്റി പോലും ഇല്ലാതെ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കുള്ള വളരെയധികം ജനപിന്തുണയും കോൺഗ്രസിൻ്റെ പിന്തുണയുള്ള ഒരു നേതാവ്. ചിലരൊക്കെ ഐക്കോണമായിട്ടും കണക്കാക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയും പവൻ ഖേരയെ പോലുള്ള നേതാക്കളും ചെയ്യുക എന്തായിരിക്കും ചെയ്യുക? സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും മോദിയുടെയും തലയിൽ കെട്ടുക മാത്രമല്ല, മനഃപൂർവ്വം ചെയ്ത നരഹത്യയാണ് എന്ന് വരെ പറയുകയും ചെയ്തു. മടിക്കാത്തവരാണ്. അതാണല്ലോ വോട്ട് ചോരി. ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചോർത്തി എന്ന് പറഞ്ഞ് ഇപ്പോൾ പവൻ ഖേരയ്ക്ക് മേൽ തന്നെയാണ് ആ വോട്ട് കള്ളം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ തന്നെ 2 സ്ഥലങ്ങളിൽ കള്ള വോട്ടുകൾ നേടിയിട്ടുള്ള ആ മനുഷ്യനാണ് ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പുകമറയോ അല്ലെങ്കിൽ ഒരു കാർമേഘമോ ഇന്ത്യയുടെ ആ നഭോ മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇന്ത്യയെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് സംയുക്തമായിട്ട് ജോർജ് സൊറോസിൻ്റെ പണം കൊണ്ട് നടത്തിയ ഒരു ശ്രമമാണെന്നുള്ളതിനുള്ള എല്ലാ സാഹചര്യ തെളിവുകളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അവിടെ നടന്ന 2 പ്രധാനപ്പെട്ട സംഭവമുണ്ട്. വോട്ട് ചോരിയുടെ സമാപനം പാറ്റ്നയിൽ നടക്കുന്നതിന് മുമ്പ് ദർഭംഗയിൽ 20 വയസ്സുള്ള ഒരു മുസ്ലിം യുവാവ്
നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചു, അതുകൂടാതെ അമ്മയെയും ചേർത്ത് ചീത്ത വിളിച്ചു. അധികാരത്തിൻ്റെ ശ്രേണിയിലേക്കോ അതിൻ്റെ ആഡംബരങ്ങളിലേക്കോ ആർഭാടത്തിലേക്കോ ഒരിക്കലും വരാത്ത സ്വദ്ധിയായ ഒരു ഇന്ത്യൻ സ്ത്രീ, അധികാര കസേരകളിൽ കൊതിച്ചിട്ടില്ലാത്ത, അധികാരം അനാവശ്യമായി ദുർവിനിയോഗം ചെയ്യാത്ത, ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാതിരുന്ന, കോവിഡ് കുത്തിവയ്പ്പ് ക്യൂ നിന്നെടുത്ത, കടയിൽ പോയി ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു പാവപ്പെട്ട സാധ്വിയായ ഇന്ത്യൻ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് തുല്യമാണത്. അതിനൊരു മറുപടി രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹം നാളെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നു എന്നിരിക്കട്ടെ. അതുകൂടാതെ ഒരു കാര്യം കൂടെ ശ്രീജിത്ത്, അല്ല, നമ്മുടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ദിനേശ് ബീഡി ആയാലും സാധു ബീഡി ആയാലും ബീഡി എന്ന് പറയും. ബീഡി എന്ന് പറഞ്ഞാൽ ബീഹാറാണെന്ന് കേരളത്തിൽ നിന്ന് തന്നെയുള്ള അതിൻ്റെ സൈബർ മേധാവിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതിനെക്കുറിച്ച് ഒരൊറ്റ മറുപടി പറയാതെ നിശബ്ദമായിട്ട് അദ്ദേഹം അവിടെ പോയി സുഖിക്കുകയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരു പ്രധാനപ്പെട്ട പദവി കൊടുത്താൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഇന്ത്യയുടെ ആ താക്കോൽ ഏൽപ്പിക്കാൻ കഴിയും? പട്ടായ വഴി, മലേഷ്യ വഴി, ചില സമയം ബ്രിട്ടനിൽ കാണാം. ഓരോ സമയത്ത് അങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. ഓരോ അദ്ദേഹത്തിന്റെ ഒരു വിനോദമാണ് ഈ പ്രതിപക്ഷ. അങ്ങനെ വിനോദമുള്ള ഒരാളെ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ? കോൺഗ്രസ്സുകാരല്ലേ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ സർവ്വതുമായിട്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾക്കപ്പുറം AICC പ്രസിഡന്റ് എന്ന് പറയുന്ന നട്ടല്ലില്ലാത്ത മല്ലികാർജുൻ ഖാർഗെക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ഉപജാപക സംഘത്തിൻ്റെ, സ്തുതിപാഠക സംഘത്തിൻ്റെ കയ്യിലായിരിക്കുകയല്ലേ ഇന്നത്തെ കോൺഗ്രസ്. അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അവരല്ലേ അദ്ദേഹത്തിന് ഈ തെറ്റ് ചെയ്യാനും തെറ്റ് പറയാനും കള്ളം പറയാനും എല്ലാം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വളരെ വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഇന്ത്യയുടെ ദേശീയ പാർട്ടിയായിട്ടുള്ള, മുത്തശ്ശി പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇന്ന് അധപ്പതിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബുദ്ധിലേശമില്ലാത്ത ആൾക്കാരെ പോലെ നേതൃത്വവും അതിൽ പാർട്ടിക്കാരും പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രാസക്രീഡകളുടെ ഒരു രാജകുമാരനായിട്ട്, വിവരദോഷങ്ങളുടെ തമ്പുരാനായിട്ട് വിളങ്ങുക, ദി ലോർഡ് ഓഫ് ലൈസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്. കിങ് ലയർ എന്ന് മലയാളത്തിലൊരു സിനിമ ഉണ്ട്. ലയർ എന്നുള്ള ആ രാജാവിൻ്റെ പേരിൻ്റെ അർത്ഥം LIER. കിങ്, രാജാക്കന്മാരിലെ ഏറ്റവും വലിയ കള്ളൻ, കള്ളന്മാരിലെ ഏറ്റവും വലിയ രാജാവ് എന്ന തരത്തിൽ ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സ് ആണ്. അതുപോലെ വോട്ട് ചോരി നടന്നു എന്ന് പറഞ്ഞതിന് ഒരൊറ്റ തെളിവും കൊടുക്കാതെ ചിരിച്ചും കൊണ്ട് അവിടെ പോയി ഘോഷയാത്ര നടത്തിക്കൊണ്ട് മോദിയെയും മോദിയുടെ അമ്മയും തെറിയും പറഞ്ഞിട്ട് രാജ്യം വിട്ടു പോയിരിക്കുകയാണ്. അവിടെ വലിയ യാത്രയായിരുന്നു ബീഹാറിൽ വലിയ യാത്ര, അതിന്റെ തളർച്ച മാറ്റാൻ പോയതായിരിക്കും. പക്ഷെ there is a method in the madness അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ഏരിയകളിൽ കൂടിയാണ് ഇദ്ദേഹം യാത്ര ചെയ്ത് ഈ വിദ്വേഷത്തിൻ്റെ തീ ആളിപ്പടർത്തിയത്. അതിൻ്റെ പരിണതിയായിട്ടാണ് അവിടെ ദർഭംഗയിൽ ഒരു മുസ്ലിം യുവാവ് മോദിയെയും മോദിയുടെ അമ്മയെയും ഇന്ത്യൻ സംസ്കാരത്തിന് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വിധം അപമാനിച്ചത്. ഇത് ഇന്ത്യയോടുള്ള അഭിമാനമാണ്, ഇന്ത്യയുടെ സ്ത്രീത്വത്തോടുള്ള, ഇന്ത്യയുടെ സംസ്കാരത്തോടുള്ള. പറയുന്നത് സോണിയാഗാന്ധിയെ BJP-ക്കാർ മുൻപ് അപമാനിച്ചിട്ടുണ്ടെന്ന്. സോണിയാഗാന്ധിയെ പറഞ്ഞതുപോലാണോ ഇത്? നീ ഒരു കാര്യം ഓർക്കണം, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ കാലെടുത്ത് വെച്ചിട്ടില്ല. അന്ന് പ്രിയങ്കയെ പറ്റി മോദിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്. ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഞാനൊന്നും പറയില്ല, ബേട്ടിക്ക് ബാദ് മേ ഹം കുച്ച് നഹീ കഹേഗ എന്നുള്ള അന്തസാർന്ന സംസ്കാരമാർന്ന രീതി. രാഷ്ട്രീയത്തിൽ വന്നാൽ അദ്ദേഹം വിമർശിക്കുന്ന ആരെങ്കിലും ആരുടെ അമ്മയെപ്പറ്റി തെറി പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും? നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ പറയട്ടെ, വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും ഒരു BJP നേതാവ് തെറി പറഞ്ഞിട്ടുണ്ടോ? അമ്മയും ചേർത്ത് ഹിന്ദിയിലെ ഏറ്റവും വൃത്തികെട്ട പാദം, നമുക്ക് പറയാൻ കൊള്ളാത്ത, അത് സോഷ്യൽ മീഡിയ പോലും ആവർത്തിക്കാത്ത അത്ര അറപ്പുളവാക്കുന്ന വാക്കുപയോഗിച്ചുകൊണ്ട് മോദിയെ വിശേഷിപ്പിച്ചവൻ്റെ ഉള്ളിലുള്ള സ്നേഹം എത്രമാത്രമാണ്? ഇതാണോ അവരുടെ മുഹബത്ത് കി ദൂക്കാൻ, സ്നേഹത്തിൻ്റെ കട തുറക്കുന്നത്? എന്നിട്ട് മോദിയാണ് വെറുപ്പിൻ്റെ കട തുറക്കുന്നതെന്ന് പറയുന്നത്? മോദി എല്ലാവരെയും ആശ്ലേഷിക്കുന്നു. മോദിയുടെ ഭരണം കൊണ്ട് ഏറ്റവും അധികം ഗുണമുണ്ടായിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കാണ്. അവരിൽ ഒരുത്തരാണ് പറഞ്ഞത്, മോദിയെ അമ്മയെയും ചേർത്തിട്ട്. അവൻ്റെ സംസ്കാരം അത്. ഒരു തരം നരഹത്യയെക്കാളും ഹീനമായിട്ടുള്ള വർത്തമാനം. അവൻ്റെ അപ്പൂപ്പനാവാൻ പ്രായമുണ്ട് നരേന്ദ്രമോദിക്ക്. അദ്ദേഹത്തെ പറ്റിയാണ് ഈ വിവരദോഷികളുടെ ഒരു സംഘമായിട്ടും മാറിയിരിക്കുകയാണോ കോൺഗ്രസ് എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്, നമ്മളെ ഭീതിപ്പെടുത്തേണ്ടതും. അങ്ങനെയാണെങ്കിൽ നാളത്തെ ഭാരതം എന്ന് പറയുന്നത് ഭീകരവാദികളുടെ, മതവെറിയന്മാരുടെ, മത തീവ്രവാദികളുടെ ഒക്കെ ഒരരങ്ങായിട്ട് മാറുമെന്നുള്ളതാണ് നമ്മളെ ഗ്രസിക്കുന്ന ശാപം. അതുകൊണ്ടാണ് മോദിയെ ഇവർ അത്രമാത്രം എതിർക്കുന്നത്. കാരണം മോദി ഉള്ളിടത്തോളം
ഈ ഒരു സാംസ്കാരികമായ ആപ്പച്ചയം ഉണ്ടാക്കാതെ അദ്ദേഹം കാത്തുരക്ഷിക്കും. അത് ഇന്ത്യയുടെ സംസ്കാരം, വർഷങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മൾ കാത്തുപോരുന്ന സംസ്കാരം. ചില ഭ്രംശങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം. ഡെമോഗ്രാഫിക് പ്രഷർ വരുമ്പോൾ ഇന്ത്യ കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു സംസ്കാരമുണ്ട്. ചാതുർവർണ്ണ്യം എന്നൊക്കെ പറഞ്ഞ അഭിമാനം, ഇറ്റ് വാസ് ഡിവിഷൻ ഓഫ് ലേബർ. ആദം സ്മിത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു രാജ്യം പുരോഗമിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ഡിവിഷൻ ഓഫ് ലേബർ. അതായിരുന്നു ചാതുർവർണ്ണ്യം. അത് EMS നമ്പൂതിരിപ്പാടും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ദുരുപയോഗമാണ് പിന്നെ പിൽക്കാലത്ത് നടന്നത്. അതിനെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വിശേഷിപ്പിക്കുന്നത് മറ്റൊരു വിവരക്കേടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.